വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാ വർഷം പോലെ ഈ വർഷം പർപ്പിൾ കളർ തീമായിട്ടാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നതാണ് എൻ്റെ വളരെ റിയലിസ്റ്റിക് ആൻഡ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള 4 AM മോർണിംഗ് റൂട്ടീൻ. ആൻഡ് ദ ട്വിസ്റ്റ് ഈസ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി പർപ്പിൾ എസ്തെറ്റിക്. ആൻഡ് ഈ ഒടുക്കത്തെ തണുപ്പത്തി ഈ ഇടിവെട്ട് അലാം എൻ്റെ ശരിക്കും അലാം ടോൺ ആണ് ഗൈസ്. യെസ്, ഈ ഒരു ടോൺ കേട്ടാൽ മാത്രമേ എന്നെ എണീപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 4 മണി അല്ല 8 മണിയായ പോലും ഈ ഒടുക്കത്തെ തണുപ്പത്ത് എനിക്ക് എണീക്കാൻ പറ്റൂല. അപ്പോൾ അതാണ് എൻ്റെ മോട്ടിവേഷൻ. എണീക്കുമ്പോൾ തന്നെ നാച്ചുറലി എൻ്റെ കൈകൾ തുറന്നും കൊണ്ട് കരാഗ്രെ വസത ലക്ഷ്മി ചൊല്ലും. എന്നിട്ട് ഭൂമി ദേവിയെ തൊഴുതും കൊണ്ട് ഞാൻ ഇവിടെ ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. ബൈ ദ ബൈ, ഇതാണ് എൻ്റെ വിന്റർ സ്പെഷ്യൽ ആയിട്ടുള്ള പർപ്പിൾ സ്ലീപ്പർ. സൂപ്പർ ക്യൂട്ട്, റൈറ്റ്? ദ മെയിൻ പ്രോബ്ലം ഈസ് എനിക്ക് എണീക്കുമ്പോൾ തന്നെ ഹോട്ട് വാട്ടർ കുടിക്കാനായിട്ട് പറ്റൂല. അപ്പോഴത്തേക്കും നേച്ചർ കോളിംഗ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ബെഡ് മേക്ക് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ നേച്ചർ കോൾ വളരെ അർജന്റ് ആണെങ്കിൽ ആദ്യം നേച്ചർ കോൾ അറ്റൻഡ് ചെയ്യും, എന്നിട്ട് ഞാൻ ബെഡ് മേക്ക് ചെയ്യും. പക്ഷെ ബെഡ് മേക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ബാക്കി ഏത് ആക്ടിവിറ്റിയിലോട്ടും കിടക്കും. ഞാൻ നേച്ചർ കോളൊക്കെ അറ്റൻഡ് ചെയ്ത് ഇവിടെ വളരെ ലൈറ്റ് ഫീൽ ചെയ്യുന്നു. ഇനി നമുക്ക് ഹോട്ട് വാട്ടർ ഉണ്ടാക്കാം. ആൻഡ് ഇന്നത്തെ ഹോട്ട് വാട്ടർ കുറച്ച് സ്പെഷ്യലാണ്. ആൻഡ് ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് ലാവെൻഡർ ഫ്ലവർ ടീട്ട. സാധാരണ ഞാൻ രാവിലെ നോർമലി ജീര വാട്ടർ അല്ലെങ്കിൽ കൊറിയാണ്ടർ വാട്ടർ എന്ന് വെച്ചാൽ കൊറിയാണ്ടർ സീഡ് വാട്ടറാണ് ഞാൻ കുടിക്കുക. ബട്ട് ഇന്ന് നമുക്ക് പുതിയതായിട്ട് ഫോർ എ ചേഞ്ച് ആൻഡ് നമ്മുടെ എസ്തെറ്റിക്കിനെ നമുക്ക് മാച്ച് ചെയ്യേണ്ടത്, അതുകൊണ്ട് നമുക്ക് ലാവെൻഡർ ടീ ട്രൈ ചെയ്യാം. ബൈ ദ ബൈ, ഈ ഒരു ടീ രാത്രി കിടക്കണതിന് മുന്നേ ആണ് കുടിക്കേണ്ടത് ഞാൻ കേട്ടേക്കണത്. സോ ദാറ്റ് നമ്മൾ ആങ്ഷ്യസ് ആണെങ്കിൽ നമ്മളിത് കാം ഡൗൺ ആക്കും ആൻഡ് നല്ല ഉറക്കം കിട്ടും എന്നാണ് പറയണത്. ബട്ട് നമുക്കിത് ഇന്ന് രാവിലെ ട്രൈ ചെയ്യാം. ബട്ട് ഐ തിങ്ക് ചിലവരിൽ ഞാനുണ്ട് മോർണിംഗ് ആങ്സൈറ്റി ഉണ്ടാവാം. അപ്പോൾ അതിനെ കാം ഡൗൺ ചെയ്യാനായിട്ടും ഇത് ഹെൽപ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് ആക്ച്വലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കുടിച്ചപ്പോൾ തന്നെ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഉറക്കം ഒന്നും കൂടെ കൂടി. ഇനി നമുക്ക് സ്കിൻ കെയറിലോട്ട് കിടക്കാം. ഈ ഒടുക്കാത്ത ഉറക്കവും കോട്ടുവായം വെച്ച് എങ്ങനെയാണോ ഞാൻ ജിമ്മ് കഴിച്ചു കൂട്ടാൻ പോണത്. ബട്ട് കുറെ വെള്ളം മുഖത്തടിച്ച് കൊടുക്കാം, അപ്പം തന്നെ ഉറക്കും. കാലാവസ്ഥയോ തണുപ്പ്, എന്നാൽ വന്ന വെള്ളം അതിലും ഒടുക്കത്ത തണുപ്പുള്ളത്. അപ്പോൾ ഈ ഒരു ഹെഡ് ബാൻഡ് എനിക്ക് വളരെ യൂസ്ഫുൾ ആവുക ചെയ്യുക. കാരണം മുടി നനയില്ല. കാരണം മുടി നനഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് സ്കിന്നുമ ടച്ച് ആയി മനുഷ്യനെ തണുപ്പിക്കും. അപ്പം അതിനുശേഷം ഈ ഒരു റിസ്റ്റ് ബാൻഡും വളരെ യൂസ്, അല്ലെങ്കിൽ വെള്ളം കൈകളിൽ കൂടെ ഇങ്ങനെ ഒഴുകി മനുഷ്യനെ മരവിപ്പിക്കും. ഓക്കെ, അപ്പം ആദ്യം തന്നെ ഹാൻഡ് വാഷ് നിന്ന് തുടങ്ങാം. കാരണം ക്ലീൻ ആയിട്ടുള്ള ഹാൻഡ്സ് വളരെ ഇമ്പോർട്ടൻറ്റ്. ചില സമയത്ത് മടി പിടിച്ച് ഞാൻ കൈ കഴുകാറില്ല. ആൻഡ് അതിനുശേഷം ഞാൻ ചെയ്യുന്ന സ്കിൻ കെയറിൻ്റെ ഓരോ സ്റ്റെപ്പിലും ഞാൻ പാനിക് ആയിക്കൊണ്ടിരിക്കും. ബിക്കോസ് ഹാൻഡ് ഡേർട്ടി ആണെന്നുള്ളത് എൻ്റെ മൈൻഡിൽ കിടപ്പുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ കൈ കഴുകി കഴിഞ്ഞാൽ സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഒരു നെക്സ്റ്റ് ലെവൽ ഫീൽ. ഇവിടെ ഞാൻ എൻ്റെ ഇലക്ട്രിക് പർപ്പിൾ ബ്രഷിനകത്ത് ഈ പുതിയ കോൾഗേറ്റിൻ്റെ പർപ്പിൾ ടൂത്ത് പേസ്റ്റ് ആട്ടാ ഞാൻ യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഇതിൻ്റെ നോർമൽ വേരിയൻറ്റ് ഉണ്ടായിരുന്നില്ലേ, വൈറ്റ് വിസിബിൾ വൈറ്റ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. പക്ഷേ അതെനിക്ക് നന്നായിട്ട് ഇഷ്ടമായിരുന്നു. എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല ഗൈസ്. ബട്ട് ഇതിൻ്റെ പാക്കേജിങ് പൊളിയാണ് കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട് കുറേ ഫോറിനേഴ്സ് ഇതുപോലത്തെ ഫ്ലിപ്പ് ആയിട്ടുള്ള പാക്കേജിങ് ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഇതാണ് ഒന്നും കൂടെ കൺവീനിയൻറ്റ്. മറ്റേ തിരിച്ച് ട്വിസ്റ്റ് ചെയ്ത് ഇത് തുറക്കണേലും ഭേദം. രാവിലെ ആയതുകൊണ്ട് വളരെ മൈൽഡ് ആയിട്ടുള്ള ക്ലെൻസറാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യണം. ആൻഡ് പാഡ് ഡ്രൈ ചെയ്ത് കുറച്ച് ഡാമ്പ് ആയിട്ടുള്ള സ്കിന്നിലേക്ക് ഞാൻ യൂസ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു സ്നെയിൽ മ്യൂസിൻ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സ്നെയിൽ മ്യൂസിന് മുന്നേ നമ്മുടെ സ്കിൻ കുറച്ച് നനവായിട്ടിരിക്കണം. അപ്പോൾ നിങ്ങൾ ടോണർ അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഒരു നനവായിട്ടുള്ള സ്കിന്നിലേക്ക് ഇത് അപ്ലൈ ചെയ്തു. ആൻഡ് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ കണ്ടിപ്പായി യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ എൻ്റെ ഗ്ലൗസ് ഒക്കെ നന്നായിട്ട് അത്യാവശ്യം നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ നന്നായിട്ട് പിഴിഞ്ഞ് അതിനകത്തുള്ള വെള്ളം കളയും, എന്നിട്ട് അതിനെ ഉണക്കാനിടും. ഇനി നമുക്ക് ബാക്കി സ്റ്റെപ്സിലോട്ട് കിടക്കാം. എനിക്ക് മോയ്സ്ചറൈസിങ്ങിൻ്റെ കാര്യത്തിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സെറമൈഡിൻ്റെ ടോണർ ഇല്ലേ അത് അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തു, കുറച്ച് കയ്യിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു. ആൻഡ് ഇതാണ് എൻ്റെ ഇന്നത്തെ ജിം ഔട്ട്ഫിറ്റ്. ആദ്യം അണ്ടർ ആം റോളൻ അപ്ലൈ ചെയ്തു. ആൻഡ് ബാത്റൂമിലെ തണുത്ത വെള്ളം എനിക്ക് ആദ്യമേ സിഗ്നൽ തന്നിട്ടും എനിക്ക് ബോധം വന്നില്ല. ഞാൻ തണുപ്പ് കുറവാണെന്ന് വിചാരിച്ചും കൊണ്ട് തെർമൽ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ജിമ്മിൻ്റെ ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് പോകാന്നുള്ള അഹങ്കാരത്തിലാണ് ഇറങ്ങിയത്. ഫൈനലി ഞാൻ എൻ്റെ പുതിയ ജിം ബാഗിനെ യൂസ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ആൻഡ് ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ പോകുന്നതാണ് ഈ ഒരു പുതിയ ജിം ഷൂസ്. ദ കമ്പാർട്ട്മെന്റ്സ് ആർ സോ ഗുഡ്. കാരണം ഇന്നഫ് സ്പേസ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ഞാൻ സൈഡിൽ കൂടി ഇങ്ങനെ ഷൂസിനെ കുത്തി കയറ്റണം ബാഗ് യൂസ് ചെയ്യണം. എന്നിട്ട് ചേഞ്ച് ചെയ്തിട്ട് വരുന്ന സമയത്തുള്ള ടീഷർട്ട് ഞാൻ പാക്ക് ചെയ്തു. എന്നിട്ട് അവിടെ യൂസ് ചെയ്യേണ്ട ടോവൽ ഞാൻ പാക്ക് ചെയ്തു. ആൻഡ് വളരെ ഇമ്പോർട്ടൻറ്റ് ആൻഡ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ഈ ഒരു ബോട്ടിൽ ഞാൻ പാക്ക് ചെയ്തു. ഇത് ഓൾറെഡി ഹെവി ആണ്, പക്ഷേ വെള്ളം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ഒടുക്കത്തെ കനം. ബട്ട് ഇത് സിപ്പർ ആയതുകൊണ്ട് വളരെ കൺവീനിയൻറ്റ് ആണ്. ജിമ്മിൻ്റെ ജോംസ് ഒന്നും ഒട്ടുമേ അട്രാക്റ്റ് ആവില്ല. അതുകൊണ്ട് ഹൈജീൻ മെയിൻറ്റെയിൻ. ആൻഡ് എൻ്റെ ഫേവറേറ്റ് ആൻഡ് റിസ്കി ആയിട്ടുള്ള ഇയർബഡ്സും ഞാൻ എടുത്ത് വെച്ചു. റിസ്കി ബിക്കോസ് ഇതിൻ്റെ സെയിം ബട്ട് ഡിഫറെൻറ്റ് കളർ ആയിട്ടുള്ള ഇയർബഡ് ഞാൻ ബ്ലാസ്റ്റ് ആവുന്ന റീൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ സൂക്ഷിച്ചും കണ്ട ഇത് യൂസ് ചെയ്യണം. അത് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നതാണ് എൻ്റെ പുതിയ വിന്റർ ക്യാപ്പ് ആൻഡ് ഗ്ലൗസ്. ആൻഡ് ആദ്യം തന്നെ ഇട്ടത് ഇത് തലതിരിഞ്ഞായിരുന്നു. പക്ഷേ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഗൈസ് നമുക്ക് ഫേസ് കവർ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഒടുക്കത്തെ നാറ്റം എൻ്റെ അണ്ടാക്കടിച്ചു പോയി. പക്ഷേ ഇവൻച്വലി ആ ഒരു സ്മെല്ല് പോയതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇതിൻ്റെ മാച്ച് ആയിട്ടുള്ള ഗ്ലൗസ് നമുക്ക് ഇവിടെ ഉണ്ട്. നല്ല ക്യൂട്ടല്ലേ കാണാൻ. ആൻഡ് നല്ല പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നിട്ട് ഈ ഒരു തണുപ്പിൽ നിന്ന്. സോ യെസ്, അപ്പം ഞാൻ സക്സസ്ഫുള്ളി ആസ് യൂഷ്വൽ എൻ്റെ ടാഗ് കളയാൻ മറന്നുപോയി. അപ്പോൾ ശരി, ഞാൻ ജിമ്മിൽ പോയിട്ട് കരിഞ്ഞിട്ട് വരാം. ആൻഡ് ഐ ആം ബാക്ക്. ഇന്ന് ജിമ്മിൽ എൻ്റെ അപ്പർ ബോഡി
ബോഡി വർക്കൗട്ട് ആയിരുന്നു. അടിപൊളി ജിം സെഷൻ കഴിഞ്ഞ് ഞാൻ ഇനി ഫ്രഷ് ആവാൻ പോകണേ. ഞാൻ ഒടുക്കത്ത തണുപ്പായിരുന്നു ഗൈസ്. എൻ്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആയിരുന്നു ഞാൻ ജാക്കറ്റ് കൊണ്ടുപോകാണ്ട് റോൾ അടിക്കാൻ ഇറങ്ങിയത്. സാധാരണ എനിക്ക് ജിമ്മിൽ നിന്ന് വരുമ്പോൾ ഇടയ്ക്കൊക്കെ സൂക്കേട് ഉണ്ടാവാറുണ്ട് ഫോൺ കുത്തി ഇരിക്കാന്നുള്ളത്. പക്ഷെ ഞാൻ എൻ്റെ പീരിയഡ്സിലും കൂടെ ആയിരുന്നു ഈ ഒരു സമയത്ത്. അതുകൊണ്ട് ഒട്ടുമേ വൈകിക്കാണ്ട് ഞാൻ വിചാരിച്ചു പോയി കുളിച്ചേക്കാം. അത്യാവശ്യം ദിവസങ്ങളായിട്ടുണ്ട് എനിക്ക് തല കഴുകിയിട്ട്. പ്ലീസ് ചോദിക്കരുത്, ബിക്കോസ് ഞാൻ ദിവസങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം തന്നെ ഓടും. അപ്പം അതുകൊണ്ട് ചൊറിഞ്ഞു പറഞ്ഞ എൻ്റെ നഖങ്ങൾ ക്ഷീണിച്ച് എന്നോട് പറഞ്ഞു ഒന്ന് പോയി കുളിക്കിപ്പിശാച്ച്. യു ഗൈസ് മൈറ്റ് ഹാവ് നോട്ടീസ് ഞാൻ രാത്രി കെട്ടി വെച്ച അതേ ബ്രൈഡ്സ് ആയിട്ട് ജിമ്മിലേക്ക് പോയിരുന്നു. നോ ഗൈസ്, എന്നും ഇതല്ല അവസ്ഥ. പക്ഷെ ഇന്ന് എനിക്ക് ശരിക്കും പാടില്ലായിരുന്നു, മടിയെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഞാൻ അതേ ബ്രൈഡ്സ് ആയിട്ട് പോയിരുന്നു. അപ്പോൾ അത് അഴിച്ച് ഇവിടെ നന്നായിട്ട് ഹെയർ കോംബൈന് ശേഷം ഞാൻ ഇവിടെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഗൈസ്. കാരണം എൻ്റെ സ്കാൽപ്പിലേക്ക് എത്ര ദിവസം കഴിഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റാണ് അപ്ലൈ ചെയ്തേക്കണേ. ആൻഡ് ഇറ്റ് വാസ് ഓൾറെഡി താങ്കിങ് മീ. ആൻഡ് ഫോർ എ ചേഞ്ച് ഞാൻ ഹെയർ ലെങ്ത്തിലേക്ക് ഹെയർ മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. ആൻഡ് സ്പെഷ്യലി ഈ ഒരു ഹെയർ മാസ്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ലൈക്ക് ഇറ്റ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് കൺസിസ്റ്റൻസി. ഒരു ഹെയർ മാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്യാവശ്യം ലിക്വിഡ് ആയിട്ടിരിക്കണതായിരിക്കും ബെറ്റർ. ബിക്കോസ് എത്ര അത് ഹെവി ആവോ എത്ര അത് തിക്കാവോ അത്രയും പാടുപെടണം നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ, മനസ്സിലാവണ്ട. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഹെയറിനെ കുറച്ച് നനച്ചിട്ടുണ്ടായിരുന്നു. സ്പ്രേ ബോട്ടിൽ കുറച്ച് വെള്ളം എടുത്ത് സ്പ്രേ ചെയ്തും കൊണ്ട് എന്നിട്ട് ഈ ഒരു ഹെയർ മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു ഹെയർ സിറം കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഡു ട്രൈ ദിസ് മെത്തേഡ് ഗൈസ്, വർക്ക്സ് ലൈക്ക് മാജിക്. ഇതന്നെയല്ല, നിങ്ങളുടെ ഏത് ഹെയർ മാസ്കും സിറം ആയാലും അത് രണ്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ആക്കി കൊണ്ട് അപ്ലൈ ചെയ്യട്ടെ. ഞാൻ ജസ്റ്റ് റോൾ അടിക്കാനായിട്ട് 1 by 1 അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ബൺ കട്ടിങ് കൊണ്ട് 5 to 10 minutes വരെ ഞാൻ വയ്ക്കും. അപ്പോഴത്തേക്ക് നമുക്ക് പോയി നമ്മുടെ മൂഡ് സെറ്റ് ആക്കാം, കാൻഡിൽസ് കത്തിക്കാം. ആൻഡ് ദിസ് ഇസ് ദ വൈബ് ഓഫ് മൈ ബാത്റൂം ഗൈസ്. ഇന്ന് കുളിക്കാൻ തന്നെ എന്തൊരു സുഖമാണെന്ന് അറിയാമോ എനിക്ക്. യെസ്, അപ്പോൾ ആദ്യം തന്നെ അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഹെയർ മാസ്ക് വാഷ് ചെയ്ത് കളയണ്ട. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഹൈലോണിക് ആസിഡ് ഷാമ്പൂ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നനഞ്ഞതിന് ശേഷം ഓൾറെഡിയേ തണുപ്പായിരുന്നു. ആൻഡ് തണുപ്പ് ഒന്നും കൂടെ എനിക്ക് കൂടിയിട്ട് പല്ല് വിറച്ച് എൻ്റെ ഇവിടെ പീരിയഡ് ക്രാംസ് കൂടി. പക്ഷെ അതിനൊക്കെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ പാമ്പർ റൂട്ടീനിലേക്ക് ഫോക്കസ് ചെയ്യും. കുറച്ച് വെള്ളത്തിലേക്ക് ഞാൻ ഷാമ്പൂ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ ഹെയർ മാസ്കിനെ നോർമൽ വെള്ളം വെച്ചിട്ട് തന്നെ വാഷ് ചെയ്യണം. കാരണം ഷാമ്പൂ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് സ്കാൽപ്പിലേക്കാണല്ലോ. അപ്പോൾ സ്കാൽപ്പിലേക്ക് ഷാമ്പൂ അപ്ലൈ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും, 1 മിനിറ്റ് വരെ അതിനൊന്ന് കെട്ടി വയ്ക്കും. കാരണം അത്യാവശ്യം ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ കുളിക്കണത്. അപ്പോൾ അതുകൊണ്ട് സ്കാൽപ്പിനുള്ള അഴുക്കിളകി പോകണം. മീൻ വൈൽ എൻ്റെ പുതിയ സ്കാൽപ്പ് മസാജർ കണ്ടോ നിങ്ങൾ? അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ട് ഞാൻ സ്ക്രബ് ചെയ്തു ഒരു 2 to 3 minutes വരെ ജെൻറ്റിൽ സ്ക്രബ്. ആൻഡ് ദെൻ അതിനെ വാഷ് ചെയ്തതിന് ശേഷം ഹെയറിനെ നന്നായിട്ട് വാഷ് ചെയ്തു. ആൻഡ് ഇന്ന് ടവൽ ഡ്രൈ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നതാണ് എൻ്റെ പുതിയതായിട്ടുള്ള ഹെയർ ടവൽ റാപ്പ്. ഇതിന് നല്ല റിവ്യൂസ് ആയിരുന്നു, നന്നായിട്ട് വാട്ടർ അബ്സോർബൻ്റ് ആണെന്നൊക്കെ ഞാൻ കേട്ടിരുന്നത്. ആൻഡ് ആക്ച്വലി ദിസ് വാസ് റിയലി ഗുഡ്. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഫേസ് മാസ്ക് ഗൈസ് ഇൻസ്റ്റാഗ്രാമിൽ എന്തോരം ഞാൻ കണ്ട്. ആൻഡ് അപ്പം തന്നെ മേടിക്കണം എന്ന് ഞാൻ വിചാരിച്ചിങ്ങനെ നോട്ടിട്ട് വച്ചേക്കായിരുന്നു ബിക്കോസ് ഓഫ് ഇറ്റ്സ് കളർ ഒബ്വിയസ്ലി. ആൻഡ് ഈ ഒരു ഫേസ് മാസ്ക് നല്ലതാണെന്ന് പറഞ്ഞാൽ പോഴ്സിനെ ക്ലീൻ ആക്കാനായിട്ട്, നമ്മുടെ സ്കിൻ ടെക്സ്ചറിനെ ഇമ്പ്രൂവ് ആക്കാനായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു പുതിയ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ആക്ച്വലി ഇതൊരു സെറ്റിലുണ്ടായിരുന്നു ഈ ഒരു ബ്രഷ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈ നോട്ട് യൂസ് ദിസ് ബ്രഷ് ഇൻ ദിസ് വീഡിയോ. സോ യെസ്, അപ്പോൾ ഞാൻ നന്നായിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഈവൻലി, വളരെ തിക്കാക്കിയില്ല, തിന്നായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ലെയർ അപ്ലൈ ചെയ്ത് എന്നിട്ട് കഴുത്തിലേക്കും ബാക്ക് ഓഫ് ദ നെക്കിലും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. കാരണം കഴുത്തിൻ്റെ ടെക്സ്ചറൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ആക്കണ്ടേ. സോ യെസ്, അപ്പോൾ ഇത് അവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ. ബിക്കോസ് 10 to 15 minutes വരെ വെച്ചാൽ മതി. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബോഡി കെയറിലോട്ട് കിടക്കാം. ആൻഡ് ഐ എം യൂസിങ് ദിസ് ബ്ലൂബെറി ബോഡി സ്ക്രബ്. ഓ, സ്മെൽ പൊളിയാണ് ഇതിൻ്റെ ടെക്സ്ചറും ഓൾമോസ്റ്റ് എനിക്ക് ഇഷ്ടമാണ്. കാരണം ഭയങ്കര അങ്ങോട്ട് തിക്കല്ല, സുഖമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് സ്ക്രബ് ചെയ്യാൻ പറ്റും. ആൻഡ് അത്യാവശ്യം പാർട്ടിക്കിൾസും ഉണ്ടായിരുന്നു, ബട്ട് ജെൻറ്റൽ പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് കൂടുതൽ നമുക്കിങ്ങനെ റഫായിട്ട് ഫീൽ ആവില്ല. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം ഞാൻ വാഷ് ചെയ്യണം. അപ്പോൾ സ്ക്രബ് ചെയ്യുമ്പോൾ ടേക്ക് എ ഗുഡ് ടൈം ആൻഡ് നല്ല മസാജ് ചെയ്യുക. ബോഡിക്ക് തന്നെ നല്ലൊരു റിലാക്സിങ് ഫീൽ ആവും കേട്ടോ. സോ യെസ്, അപ്പോൾ ഇവിടെ വാഷ് ചെയ്തതിന് ഹെയർ റിമൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഓൾറെഡി സ്കിൻ കുറച്ച് എക്സ്ഫോലിയേറ്റ് ആയിട്ടുണ്ട് സ്ക്രബ് ചെയ്തിട്ട്. അപ്പോൾ പെർഫെക്റ്റ് ടൈമാണ് ഹെയർ റിമൂവ് ചെയ്യാൻ. എനിക്ക് അത്ര ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ എന്തായാലും ഇതിൻ്റെ ഒപ്പം തന്നെ അങ്ങോട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ഈ ഒരു ലൂഫ, സത്യം പറഞ്ഞാൽ ഈ ഒരു ലൂഫ ഞാൻ യൂസ് ചെയ്യാറില്ല, പക്ഷേ ഈ ഒരു വീഡിയോന് എന്തായാലും ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് യൂസ് ചെയ്തേക്കാം എന്നുള്ളത്. ആൻഡ് യെസ്, വളരെ ജെൻറ്റലായിരുന്നു കേട്ടോ. കാരണം ഇത്രയും നാളായിട്ട് ഞാൻ ഹാർഷായിട്ടുള്ള ലൂഫാസ് യൂസ് ചെയ്ത് ഇത് വളരെ പാവം പോലത്തെ ലൂഫ് എനിക്ക് ഫീൽ ആയത്. ആൻഡ് ഞാനിവിടെ ഒരു ബ്ലൂബെറി, നമ്മൾ യൂസ് ചെയ്ത സ്ക്രബിൽ അതിൻ്റെ സെയിം വേരിയൻ്റ് ആയിട്ടുള്ള ബ്ലൂബെറി ഷവർ ജെല്ലാണ് കേട്ടോ യൂസ് ചെയ്യണത്. സോ യെസ്, നല്ല ഫീലായിരുന്നു ഗൈസ്, നല്ല ഫോമി ഷവർ, യു നോ, നെക്സ്റ്റ് ലെവൽ പാമ്പർ, ഒന്നും പറയാനില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഫേസ് മാസ്ക് മീൻ വൈൽ സെറ്റ് ആയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വച്ചിട്ട് ഒരു 10-12 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് നനയ്ക്കുക ആദ്യം, എന്നിട്ട് മസാജ് ചെയ്തും കൊണ്ടാണ് ഫുൾ വാഷ് ചെയ്യണത്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ബാത്റൂമിലോട്ട് മാറിയിട്ടുണ്ട്. ആൻഡ് ട്രസ്റ്റ് മീ, ഈ ഒരു ബാത്റൂമിലോട്ട് മാറിയപ്പോഴാണ് എനിക്ക് ജീവൻ കിട്ടിയത് ഗൈസ്. ബിക്കോസ് ഇത് വളരെ കംഫർട്ടിങ് ആയിരുന്നു, നല്ല വാം.
ക്യാൻഡിൽസിൻ്റെ ആവശ്യം നമുക്ക് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു ബിക്കോസ് നമ്മളിനി ബോഡി കെയറിലോട്ടാണ് കിടക്കുന്നത്. ആൻഡ് ഐ എം യൂസിങ് ദിസ് വനില വൈബ്സ് ബോഡി ബട്ടർ. ക്വാണ്ടിറ്റി കണ്ടിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടല്ലോ, യെസ് അത്യാവശ്യം ഞാൻ ഇത് യൂസ് ചെയ്യാറുള്ളതാണ്. ആൻഡ് ഇതിൻ്റെ സ്മെൽ അമേസിങ് ആണ്, സൂപ്പർ മോയ്സ്ചറൈസിങ് ആണ്. എൻ്റെ ബെസ്റ്റ് പാർട്ട്, എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി. യെസ് ഇതിൻ്റെ കൺസിസ്റ്റൻസി സൂപ്പർ. ഫോർമുല നല്ല എന്താ പറയുക, അപ്ലൈ ചെയ്യുമ്പോഴേ സുഖമായിട്ട് അങ്ങോട്ട് അപ്ലൈ ആവും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. ആ ഒരു ഫീലാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും. അപ്പോൾ കൈമേയും കാലുമേയും നന്നായിട്ട് ഞാൻ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മസാജ് ചെയ്യുമ്പോഴേ നിങ്ങൾ ശരിക്കും അതിനെ ഒന്ന് എന്താ അറ്റൻഷൻ കൊടുത്തുകൊണ്ട് മസാജ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു ഫീൽ വരും. ബോഡിക്ക് മസാജ് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ നന്നായിട്ട് റിലാക്സ് ആവുന്നതാണ്. സോ യെസ്, അപ്പോൾ ഇവിടെ എൻ്റെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ആയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഹാൻഡ്സിന് എക്സ്ട്രാ കെയർ വേണം. കാരണം പാത്രമൊക്കെ കഴുകുമ്പോഴേ അത്യാവശ്യം എൻ്റെ ഹാൻഡ്സ് ഡ്രൈ ആവാറുണ്ട്. നോർമലി ഞാൻ ഹാൻഡ് വാഷും ചെയ്യാറുണ്ടല്ലോ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ അങ്ങനെയും ഡ്രൈ ആവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കിടന്ന് കൈ കഴുകും, അപ്പോഴും ഡ്രൈ ആവാറുണ്ട്. അപ്പോൾ ഒരു ഹാൻഡ് ക്രീമും നന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ദിസ് ഇസ് മൈ ന്യൂ വിൻ്റർ നൈറ്റ് സൂട്ട്. അപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിരുന്നു ഗൈസ്, ഒന്നും പറയാനില്ല. കമ്പിളി പോതപ്പ് കൊണ്ട് നടക്കണ പോലെ ഒരു ഫീലാണ്. ദിസ് വൺ വാസ് റിയലി ക്യൂട്ട് റൈറ്റ്. ആക്ച്വലി ഞാൻ ഓർഡർ ചെയ്ത കളറല്ല വന്നത്, ഇതിൻ്റെ ഒരു ഡാർക്ക് വെർഷൻ ആയിരുന്നു ഞാൻ ഓർഡർ ചെയ്തത്. വന്നത് വളരെ ലൈറ്റ് പർപ്പിൾ ആയിരുന്നു. എന്നിട്ട് മീഷോന്ന് മേടിച്ച ഒരു ഫേഷ്യൽ ഹെയർ റിമൂവൽ കിറ്റ് ഞാൻ യൂസ് ചെയ്യാം. സ്പെഷ്യലി ഞാൻ ഈ ഒരു ഐബ്രോ ട്രിമ്മറിന് വേണ്ടി എക്സൈറ്റഡ്. അതിന് വേണ്ടി തന്നെ ഞാൻ ഇത് മേടിച്ചത് തന്നെ. ആൻഡ് ഇത് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് പ്രാക്ടീസ് വേണം. ബിക്കോസ് ഞാൻ ഇതുവരെ നോർമൽ സീസർ വെച്ചിട്ടായിരുന്നു ട്രിം ചെയ്യാറുണ്ടായിരുന്നത്. and അത് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് റോൾ അടിക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിത് മേടിച്ചതാണ്. ആൻഡ് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. പക്ഷേ പ്രാക്ടീസ് എന്തായാലും ചെയ്യേണ്ടി വരും ഗൈസ്, അല്ലെങ്കിൽ എനിക്ക് എന്നെ പണി കിട്ടേണ്ടതാണ്. സോ പിന്നെ ഞാൻ വിചാരിച്ചു ഫോർ എ ചേഞ്ച് ഒന്ന് ഇഞ്ചിഞ്ചായിട്ട് നീറിയാലോ. സോ ലെറ്റ്സ് യൂസ് പ്ലക്കർ. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ തന്നെ ഇത് റെയർലി യൂസ് ചെയ്യാറുള്ളൂ. ലാഷസ് വയ്ക്കാൻ മാത്രമേ ഞാൻ പ്ലക്കർ യൂസ് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവിടെ തന്നെ ഞാൻ വേണ്ടെന്ന് വെച്ച് ഗൈസ് ഞാൻ ക്വിറ്റ് ചെയ്തു. ആൻഡ് ഐബ്രോസിന് നടുക്കിലുള്ള ഹെയർ ഇല്ലേ, അതിന് അതിൻ്റെ കൂടെ കിട്ടിയ ആ ഒരു റേസർ യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്തിട്ട് കുറച്ച് റോസ് വാട്ടർ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഈ ഒരു പൊമഗ്രാനൈറ്റ് ഡേ ക്രീം യൂസ് ചെയ്യണം. ബിക്കോസ് ഇതിനകത്തുണ്ട് SPF 35 ആൻഡ് വീട്ടിൽ തന്നെ ഇരിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇത്രയൊക്കെ സൺ പ്രൊട്ടക്ഷൻ ഇസ് എനഫ്. നോ ഡൗട്ട് പെർഫ്യൂം ഇസ് ലോങ് ലാസ്റ്റിംഗ്. പക്ഷേ ബോഡി മിസ്റ്റ് ആണ് എൻ്റെ ഫേവറേറ്റ്. ബിക്കോസ് ബോഡി മിസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു വന്ന സ്പ്രേ ഫീൽ ഇല്ലേ ഗൈസ്, അതെനിക്ക് നല്ല ഫ്രഷ് ആൻഡ് ജീവും വെച്ചെന്നുള്ളൊരു ഫീൽ വരുന്നത്. അപ്പോൾ കുളിച്ചതിന് ശേഷം അല്ലെങ്കിൽ തന്നെ നോർമലി ഞാൻ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ തന്നെ ബോഡി മിസ്റ്റാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യണം. പക്ഷേ ഈ ബോഡി മിസ്റ്റ് തുറക്കാൻ ഭയങ്കര പാടായിരുന്നു, അടയ്ക്കാനും അതുപോലെ തന്നെ പാടായിരുന്നു. അപ്പോൾ ഇവിടെ ഹെയർ നമ്മുടെ അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട് 80 to 85%. അപ്പോൾ ഞാൻ സീറം അപ്ലൈ ചെയ്തു. പക്ഷേ ഞാൻ ഒരിക്കലും ഒരു ഹെയർ ഡ്രൈർ യൂസ് ചെയ്യാറില്ല. എപ്പോഴും നാച്ചുറലി ഞാൻ എൻ്റെ ഹെയറിന് ഡ്രൈ ആക്കാറ് ചെയ്യാറ്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് റോൾ അടിക്കണ്ടേ. അപ്പോൾ ഞാൻ ഈ ഒരു പർപ്പിൾ ഹെയർ ഡ്രയർ യൂസ് ചെയ്യാനായിട്ട്. അതിനകത്ത് കോൾഡ് സെറ്റിംഗ് ഉണ്ട് ഗൈസ്. അത് യൂസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ സ്കാൽപ്പ് മാത്രമേ ഡ്രൈ ആക്കണതുള്ളൂ. കാരണം അല്ലെങ്കിൽ തണുപ്പായിരുന്നത് കൊണ്ട് തല നനഞ്ഞിരിക്കുമ്പോൾ എനിക്ക് തണുപ്പ് ഒന്നും കൂടെ കൂടും. അപ്പോൾ ആ ഒരു സ്കാൽപ്പ് ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ തന്നെ എൻ്റെ മുടി പെട്ടെന്ന് പിന്നെ ഉണങ്ങിക്കോളും, ബാക്കി സീനില്ല. അപ്പോൾ എൻ്റെ ഇവിടെ ഹെയർ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വല്ലതും പിഴുങ്ങാം. ആൻഡ് ആഫ്റ്റർ എ ലോങ് ടൈം എൻ്റെ OG സ്മൂതി അവിടെ ഉണ്ടാക്കാൻ പോവാണ്ട. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഗൈസ്? യെസ്, നമ്മൾ യൂസ് ചെയ്യാറുണ്ടായിരുന്നത് ഏത്തപ്പഴമാണ്. പക്ഷേ ഇവിടെ അത് കിട്ടാൻ ഒരു രക്ഷയുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ നോർമലായിട്ടുള്ള പഴം യൂസ് ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിലത്തെ റോബസ്റ്റ് പഴമില്ലേ, അതാണ് നമ്മുടെ ഈ കാണുന്ന യെല്ലോ പഴം കേട്ടോ. അത്യാവശ്യം പഴുക്കുമ്പോൾ എന്താ നമ്മൾ വേറെ എക്സ്ട്രാ മധുരം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് തന്നെ അത്യാവശ്യം മധുരമുണ്ട്. ആൻഡ് ഐ ആം ആഡിങ് ബ്ലൂബെറീസ്. എന്താണെന്ന് മനസ്സിലായോ? യെസ്, നമുക്ക് ആ ഒരു പർപ്പിൾ കണ്ട സ്മൂത്തി കിട്ടാനായിട്ട്. എന്നിട്ട് ഞാൻ ഇവിടെ 2 സ്പൂൺ ഓട്സ് റോസ്റ്റ് ചെയ്ത് പൊടിച്ച് മമ്മി ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഞാൻ എടുത്തു. ആൻഡ് ദെൻ ഇവിടെ നമുക്ക് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ബ്യൂട്ടിഫുൾ കളറായിട്ടുള്ള സ്മൂതി കിട്ടുന്നതാണ്. നൗ വാട്ട്, ലെറ്റ്സ് ട്രാൻസ്ഫർ ഇറ്റ് ടു എ ഗ്ലാസ് ആൻഡ് എൻജോയ്. അപ്പോൾ ഇത് എൻജോയ് ചെയ്യേണ്ട ഒപ്പം തന്നെ കണ്ണിനും കൂടെ കുറച്ച് റിലാക്സ് ആക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഈ ഒരു ഐ മാസ്ക് വെച്ച് കൊടുക്കാനായിട്ട് ഒട്ടുമേ ഫ്രിഡ്ജിൽ വെച്ചില്ല ഗൈസ്. അല്ലെങ്കിൽ തന്നെ എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ യെസ്, അപ്പോൾ തിരിച്ചു വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്, തെറ്റിപ്പോയെന്ന്. സോ ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ് ഇത് വെച്ചത് ഞാൻ ശരിയാണോ അതോ തിരിച്ചാണോ വെക്കേണ്ടത്. എങ്ങനെ വെച്ചാലും ഞാൻ റിലാക്സ് ഫീൽ ആവണ്ടായിരുന്നു. ആൻഡ് നിങ്ങൾക്ക് സ്മൂതി തരുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കുടിച്ച് സാരില്ല ഗൈസ്, ഇങ്ങനെയല്ലേ സ്നേഹം കൂടുന്നത്. ആൻഡ് ഇത് ശരിക്കും ടേസ്റ്റ് ചെയ്യുന്നത് ബ്ലൂബെറി ഇല്ലാണ്ട് നിങ്ങൾ അടിച്ച് കുടിച്ച് നോക്കിയോ ഗൈസ്, സൂപ്പർ ടേസ്റ്റ് ആണ്. മേക്ക് ഷുവർ പഴം ഷുഡ് ബി പഴുത്തത്. സോ ഇതായിരുന്നു എൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള 4 AM മോർണിംഗ് റൂട്ടീൻ വിത്ത് പർപ്പിൾ ട്വിസ്റ്റ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും. വേഗം തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസ് നമുക്ക് വേഗം തന്നെ കാണാം. ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പിൾ യു ഓൾ. ബൈ.